നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിന്റെ പ്രതിനിധി ജയൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ജയൻ എടപ്പാൾ നമ്മോടൊപ്പം ചേരുന്നു. ശ്രീ ജയൻ എടപ്പാൾ, കേൾക്കാമോ? കേൾക്കാം. ഇപ്പോൾ നിലവിലൊരു സന്ദേശം നിങ്ങൾക്ക് നിമിഷപ്രിയയുടെ സന്ദേശം ലഭിച്ചു എന്ന് മനസ്സിലാക്കുന്നു. സ്വാഭാവികമായ ഒരു വധശിക്ഷ ഇപ്പോൾ മോചനദ്രവ്യമടക്കം കൊടുത്ത് നിമിഷപ്രിയയെ മോചിപ്പിക്കാൻ ശ്രമങ്ങൾ തുടരുന്നതിനിടെ ഇങ്ങനൊരു സന്ദേശം വരുമ്പോൾ സ്വാഭാവികമായ ആശങ്കയുണ്ടാകും. ഈ സന്ദേശത്തിന്റെ ആധികാരികത സംബന്ധിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം എന്താണ്? നിങ്ങൾ അങ്ങനെ ഒരു വനിതാ അഭിഭാഷകതുമായി ബന്ധപ്പെട്ട് ഏർപ്പാട് ചെയ്തിരുന്നു? തീർച്ചയായിട്ടും നമുക്ക് ഇന്ന് കാലത്താണ് നമുക്ക് ഈ മെസ്സേജ്, ഇന്ത്യൻ ടൈം ഏകദേശം ഒരു 9 മണിക്കാണ് നമുക്ക് ഈ മെസ്സേജ് നിമിഷയുടെ കയ്യിൽ നിന്ന് ലഭിക്കുന്നത്. അപ്പൊ നിമിഷ അറിയിച്ച ടെക്സ്റ്റ് മെസ്സേജസ് ഉണ്ട്, ഇങ്ങനെ ഒരു മെസ്സേജ് കിട്ടിയിട്ടുണ്ട് പറഞ്ഞ് അറബിലെ 2 ന്യൂസുകളും നമുക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ അറിയുന്നത് നിമിഷയുടെ വധശിക്ഷ അവിടുത്തെ യമൻ ഗവൺമെന്റ് അംഗീകരിച്ചു, അത് ഉടൻ നടപ്പിലാക്കണമെന്ന്. നമ്മൾ നേരത്തെ കേട്ട വാർത്ത തന്നെയാണ്. പിന്നീട് അതിനുശേഷം ഇത് ഇടപെട്ടുകൊണ്ട് ചോദിക്കട്ടെ, ഈ വാർത്ത പറയുന്ന ദിവസത്തെ അല്ലെങ്കിൽ ആ വാർത്ത പ്രസിദ്ധീകരിക്കപ്പെട്ട ദിവസം അത് ഈ അടുത്ത റീസെന്റ് ഡേയ്സ് തന്നെയാണോ? അത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഇതൊരു ക്ലിപ്പ് മാത്രമായിട്ട് എടുത്ത് നിമിഷ അയച്ചതാണ്. ഞാൻ തിരിച്ച് നിമിഷയെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ട് നിമിഷയ്ക്ക് ഫോൺ കണക്റ്റഡ് ആവുന്നില്ല. അതിനുശേഷം നിമിഷ അയച്ചൊരു വോയിസ് മെസ്സേജ് ഉണ്ട്. ഇതേ വോയിസ് മെസ്സേജ് തന്നെ നിമിഷയുടെ ഹസ്ബൻഡ് ടോമിക്ക് നിമിഷ അയച്ചു കൊടുത്തിരുന്നു. ആ വോയിസ് മെസ്സേജ് ടോമി എനിക്ക് അയച്ചു തന്നിരുന്നു. അപ്പൊ അങ്ങനെ ആ വോയിസ് മെസ്സേജ് ഒക്കെ കറക്റ്റ് തന്നെയാണ്. നമുക്കിതിൽ അകാര്യത മനസ്സിലാക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. കാരണം ഇത് ഇപ്പോൾ അവിടെ റംദാന്റെ ഒഴിവുകളാണ്. ഇപ്പൊ കോടതിയോ മറ്റു ഓഫീസുകളോ ഒന്നും വർക്ക് ചെയ്യുന്നില്ല. ഈ സമയത്ത് ഒരു വനിതാ വക്കീൽ പിന്നെ ജയിലിലെ മെയിൻ ഓഫീസിലേക്ക് വിളിക്കുകയും നിമിഷയെ കിട്ടണമെന്ന് അറിയിച്ച് നിമിഷ മെയിൻ ഓഫീസിൽ ചെന്ന് ഫോൺ എടുക്കുകയും ചെയ്തു എന്നാണ് നിമിഷ പറഞ്ഞിരിക്കുന്നത്. വോയിസിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ പറയുന്നത് വധശിക്ഷയ്ക്ക് വേണ്ട എല്ലാ ഓർഡറുകളും ഈ ജയിലിൽ എത്തിയിട്ടുണ്ട്, അപ്പോൾ അത് തന്നെ വധശിക്ഷ നടപ്പിലാക്കും എന്ന് പറഞ്ഞിട്ടാണ്. തീർച്ചയായിട്ടും ഇത്തരം വാർത്ത കേൾക്കുമ്പോൾ ജയിലിലുള്ള നിമിഷയുടെ വിഷമം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അതാണ് ആ വോയിസിൽ കൃത്യമായിട്ട് പ്രതിഫലിക്കുന്നത്. അവിടെ നമ്മളുടെ എംബസിക്കോ ഇന്ത്യൻ എംബസിക്കോ അതുപോലെ തന്നെ ഇന്ത്യ ഗവൺമെന്റിനോ ഇതുമായി ബന്ധപ്പെട്ട യാതൊരു അറിയിപ്പും ലഭിച്ചിട്ടില്ല എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട അടുത്ത വൃത്തങ്ങളിൽ നിന്ന് നമ്മൾ അന്വേഷിക്കുമ്പോൾ മനസ്സിലാവുന്നത്. ശരി ജയൻ എടപ്പാൾ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന് വീണ്ടും വിനിത വിജിലേക്ക് ചേരുകയാണ്. വിനിത, ഇപ്പോൾ ഈ സേവ് നിമിഷപ്രിയ ഫോറവുമായി ബന്ധപ്പെടുമ്പോഴൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത് സ്വാഭാവികമായും ഈ വന്ന ശബ്ദ സന്ദേശത്തിന്റെ അല്ലെങ്കിൽ നിമിഷപ്രിയ വിളിച്ചെന്ന് പറയുന്ന വനിതാ അഭിഭാഷകയുടെ ആധികാരികതയെ സംബന്ധിച്ചാണ്. സ്വാഭാവികമായ ഒരു ക്യാപിറ്റൽ പണിഷ്മെന്റ് നടത്തുമ്പോൾ അത് എംബസി അറിയിക്കേണ്ട ഒരു ബാധ്യത, ഒരു പ്രത്യേകിച്ച് ഇന്ത്യൻ രാഷ്ട്രം മറ്റൊരു രാജ്യത്തെ മറ്റൊരു ദേശത്തെ പൗര കൂടി ആവുമ്പോൾ സ്വാഭാവികമായി ഇന്ത്യൻ എംബസി അടക്കം അറിയിക്കേണ്ട ഒരു സാങ്കേതികത്വമൊക്കെ ഉണ്ട്. ഈ സാങ്കേതികത്വമൊന്നും ഇല്ലാതെ പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തുമെന്ന് നമ്മൾ കരുതേണ്ടതുണ്ടോ? സുഹേൽ, ഇതിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അത്തരത്തിലേക്കുള്ള അറിയിപ്പുകൾ അല്ലെങ്കിൽ ഈ എംബസിയുമായിട്ടുള്ള അറിയിപ്പുകൾ, അത്തരത്തിലേക്കുള്ള മറ്റ് നടപടിക്രമങ്ങളൊക്കെ നേരത്തെ തന്നെ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ അവിടെ കോടതി അവധിയാണെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. അതിനുശേഷമായിരിക്കും ഇത്തരം നടപടിക്രമങ്ങളൊക്കെ തന്നെ ഉണ്ടാവുക. പക്ഷേ അതിന് മുൻപായി തന്നെ ഈ തടവിൽ കഴിയുന്ന ആളെ വിളിച്ച് ഇത് അറിയിക്കേണ്ടതായിട്ടുള്ള ഒരു പ്രൊസീജിയറുണ്ട്. ആ പ്രൊസീജിയറാണ് ഇപ്പോൾ നടന്നിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ വലിയൊരു ആശങ്ക, അതിൽ ഏറ്റവും പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഘട്ടത്തിൽ തടവിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ ആശങ്ക തന്നെയാണ്. അവർ ആ വലിയ വ്യക്തമായി തന്നെ ആ ആശങ്ക അതിൽ അവർ പറയുന്നുമുണ്ട്. ഒരു അഭിഭാഷക തന്നെ വിളിച്ച് സംസാരിച്ചു. ഇത് സംബന്ധിച്ചുകൊണ്ടുള്ള ഒരു നിർദ്ദേശം അവർ ജയിൽ അധികൃതർക്ക് കൈമാറിയെന്നും പറയുന്നുണ്ട്. ഇക്കാര്യത്തിൽ നേരത്തെ ഈ ആക്ഷൻ കൗൺസിൽ പ്രതിനിധി ജയൻ എടപ്പാൾ നമ്മളോട് സംസാരിച്ചതുപോലെ തന്നെ ഇത്തരത്തിലേക്കുള്ള ഒരു സന്ദേശം മാത്രമാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. ഇതിന്റെ മറ്റ് പ്രൊസീജിയറുകളും മറ്റ് നടപടിക്രമങ്ങളും ഒക്കെ പുരോഗമിക്കുന്നത് യമനിലാണ്. നേരത്തെ തന്നെ വിദേശകാര്യ മന്ത്രാലയം അടക്കം ഇക്കാര്യത്തിൽ എംപിമാരൊക്കെ ഈ വിഷയം പാർലമെന്റിലേക്ക് ഉന്നയിക്കുകയും ഈ മോചനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇടപെടലുകളൊക്കെ തന്നെ നടക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോഴും നിമിഷപ്രിയയുടെ മാതാവ് അവർ യമനിൽ തന്നെ തുടരുകയാണ്. ഈ കൊല്ലപ്പെട്ട ഈ യമൻ പൗരന്റെ കുടുംബവുമായൊക്കെ തന്നെ കൂടിക്കാഴ്ച നടത്താനൊക്കെ ചില ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും ഇറാൻ വഴിയൊക്കെ സമ്മർദ്ദം ചെലുത്തി നിമിഷപ്രിയയുടെ മോചനം അതിനുള്ള ശ്രമം തുടരുന്നതിനിടെയാണ് ഒട്ടും ആശ്വാസകരമല്ലാത്തൊരു വാർത്ത വരുന്നത്. വിനീത വിജയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.